ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ജ്യോതിഷ വിഷയം തൊഴിൽ തടസ്സം പെട്ടെന്ന് മാറ്റാം. ഈ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. പലരും അനുഭവിക്കുന്ന ചില ഇതാണ് ബുദ്ധിമുട്ട്, പ്രയാസങ്ങളൊക്കെയാണ്. തൊഴിലിൽ ബുദ്ധിമുട്ട്, തൊഴിൽ തടസ്സം, തൊഴിൽ തന്നെ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ചില കാര്യങ്ങൾ ചിലർക്ക് വന്നുകൂടും. തൊഴിലിൽ ചിലവർക്ക് തൊഴിൽ ഉണ്ടെങ്കിലും തൊഴിലിലോട്ട് ചെല്ലാനുള്ള മടി, തൊഴിൽ ചെയ്യാനുള്ള മടി, അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിലിൽ തടസ്സം, അല്ലെങ്കിൽ മേലാധികാരികളുടെ ശകാരങ്ങൾ, അങ്ങനെയുള്ള പല വിധത്തിലുള്ള കാര്യങ്ങളിൽ തൊഴിലിന് വിഘ്നം വരും. അപ്പോൾ ആ വിഘ്നങ്ങൾ മാറ്റാൻ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്താൽ മതി. പല വിധത്തിൽ തൊഴിൽ തടസ്സം മാറ്റാനായിട്ട് വരും. തൊഴിലുള്ളവർക്ക് തൊഴിൽ തടസ്സം ഉണ്ടാകും, തൊഴിലിൽ പ്രശ്നങ്ങളുണ്ടാകും, പുതിയ തൊഴിൽ പുതിയ തൊഴിലിനെ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ തടസ്സം ഉണ്ടാകും. ഇവർക്കൊക്കെ പരിഹാരമായ ഒരു കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ചെറിയ നിസ്സാര കാര്യം. നിങ്ങൾ വലിയ വലിയ ആയിരക്കണക്കിന് രൂപ തന്നെ ഒരു വഴിപാടും നടത്തണ്ട. ഒരു ചെറിയ നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന ചെറിയ ക്ഷേത്രങ്ങളിൽ ചെയ്യുന്ന വഴിപാട് മാത്രം ചെയ്താൽ മതി. അല്ലാതെ ഒരു ഹോമവും പൂജയും വലിയ ഇതൊക്കെ ചെയ്തിട്ട് എന്താ കാര്യമുള്ളത്? അതൊക്കെ അതിൻ്റെതായ വിധത്തിലുള്ള ചെയ്യേണ്ട കാര്യങ്ങൾ ആണെങ്കിൽ അതിന് ചെയ്യണം. പക്ഷേ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വലിയ പൂജകളും വഴിപാടുകളൊന്നും നടത്തേണ്ട കാര്യമില്ലോ. ചെറിയ പുഷ്പാഞ്ജലി. അപ്പൊ ചില ആൾക്കാർക്ക് ഒരു പുഷ്പാഞ്ജലി നടത്തിയാൽ ഇതൊക്കെ അങ്ങോട്ട് മാറിക്കിട്ടോന്ന്. എന്താ മാറിയാൽ? മാറും. നിങ്ങളൊന്ന് ചെയ്തു നോക്ക്. ദേവിയെ അല്ലെങ്കിൽ ദേവനെ പ്രസാദിപ്പിച്ചാൽ നമുക്ക് അതിൻ്റെ ഗുണമുണ്ടാവും. അത് എങ്ങനെ ദേവ ഒരു 1,00,000 രൂപ കൊണ്ടേ കൊടുത്തിട്ട് അല്ല ദേവനെ പ്രസാദിപ്പിക്കണത്. അല്ലെങ്കിൽ വലിയ കുറെ തുക കൊണ്ടേ കൊടുത്തിട്ട, അല്ലെങ്കിൽ കുറെ മറ്റേ സാധനങ്ങൾ കൊണ്ട് ഭഗവാന്റെ മുമ്പിൽ വെച്ചു കൊടുത്തിട്ടല്ല ദേവനെ പ്രസാദിപ്പിക്കണേ. മനമുരുകി പ്രാർത്ഥിച്ചാൽ നമ്മൾ പറയുന്ന ന്യായമായ കാര്യങ്ങൾ, നമ്മൾ പറയുന്ന കാര്യങ്ങളിലുള്ള സത്യസന്ധത അത് ദേവിക്കോ ദേവനെയോ ബോധ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മളിലേക്ക് അവരുടെ നമ്മളുടെ അനുഭവം അവരുടെ മുമ്പിൽ വിവരിച്ചാൽ തീർച്ചയായിട്ടും അവർ നമ്മളിൽ പ്രസാദിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഇതുണ്ടാവും, കാര്യസാധ്യത ഉണ്ടാവും. അപ്പം ആ തൊഴിൽ തടസ്സങ്ങൾക്കൊക്കെ ശമനം ഉണ്ടാകും, തൊഴിൽ കിട്ടും, തൊഴിൽ പുരോഗതി ഉണ്ടാകും. അപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് തൊഴിൽ തടസ്സം മാറ്റിയെടുക്കാം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്താൽ. എന്താണ് കാര്യം? ഗണപതിക്ക് ത്രിമധുരം നിവേദിക്കണം. ഇതെന്താണ് ഇത്ര വലിയ കാര്യമാണോ? ഇല്ലല്ല. ഗണപതിക്ക് ഒരു ത്രിമധുരം നിവേദിക്കണം. ഗണപതിക്ക് കറുകമാല ചാർത്തണം. വിഘ്നഹര സ്തോത്രം കൊണ്ട് പുഷ്പാഞ്ജലി നടത്തണം. ഇത് എപ്പൊക്കെ ചെയ്യണം? ബുധൻ, വേഴം, വെള്ളി ഈ 3 ദിവസം നിങ്ങളൊന്ന് അടുപ്പിച്ച് ചെയ്തു നോക്ക്. അതായത് വിഘ്നേശ്വരൻ ഇരിക്കുന്ന ക്ഷേത്രത്തിൽ, അതായത് ഗണപതി ഭഗവാൻ ഇരിക്കുന്ന ക്ഷേത്രത്തിൽ, എല്ലാ ക്ഷേത്രത്തിലും ഗണപതി ഭഗവാൻ ഉണ്ടാവും, കന്നിമൂലയിലുണ്ടാവും അല്ലേ? ഗണപതിനെ ഇരുത്തിക്കുന്ന കന്നിമൂലയിലായിരിക്കും. പക്ഷെ അവിടെയല്ല നിങ്ങൾ ഈ ചെയ്യേണ്ടത്. ഞാൻ ഈ പറയുന്ന ഗണപതി ഒറ്റക്കിരിക്കുന്ന ക്ഷേത്രത്തിൽ വേണം ചെയ്യാൻ. കാരണം അവിടെ ചെയ്താൽ നമുക്ക് ഇനി പറയുന്ന ചില കാര്യങ്ങൾ ഈ കന്നിമൂലയിൽ ഇരിക്കുന്ന ഗണപതിയുടെ മുമ്പിൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഗണപതി ഒറ്റക്കിരിക്കുന്ന ക്ഷേത്രത്തിൽ ഇതൊന്ന് ചെയ്തു നോക്ക്. അതായത് ഉപദേവതയായിട്ട് മാറിയിരിപ്പുണ്ടാവുമല്ലോ ഒരു കോമ്പൗണ്ടിൽ തന്നെ. അപ്പൊ അവിടെ ഒന്ന് ഈ ഗണപതി ഒറ്റക്കിരിക്കുന്ന ക്ഷേത്രത്തിൽ ചെയ്തു നോക്കി. എന്തൊക്കെയാണ്? ഗണപതിക്ക് ത്രിമധുരം നിവേദിക്കാം. അപ്പൊ ചിലർ ഗണപതിക്ക് ത്രിമധുരം കൊടുക്കുവോ? അങ്ങനെ ചില ആൾക്കാരുണ്ട്. ഗണപതിക്ക് ത്രിമധുരോ അങ്ങനെ കൊടുക്കോ? ഗണപതിക്ക് ത്രിമധുരം കൊടുത്താൽ എന്താ? ഗണപതിക്കല്ല, ഏത് ദേവന്മാർക്കും ത്രിമധുരം സമർപ്പിക്കാം, നിവേദ്യം കൊടുക്കാം. അപ്പൊ ഗണപതിക്ക് ത്രിമധുരം നിവേദിച്ച് കർഗമാല, ഗണപതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് കർഗമാല. ഇഷ്ടമുള്ള ഇതാണ് ഗണപതിക്ക്. അപ്പൊ കർഗമാല കൊണ്ട് ഹാരം, അതായത് മാല അണിയിക്ക. വിഘ്നഹരം, അതായത് വിഘ്നങ്ങളെല്ലാം തടയുന്ന, നമ്മുടെ വിഘ്നങ്ങളെല്ലാം ഹരിച്ചു കളയുന്ന
വിഘ്നങ്ങളെല്ലാം ഇല്ലാതാക്കുന്ന വിഘ്നഹര സ്വോത്രം കൊണ്ട് പുഷ്പാഞ്ജലി നടത്തുക. ഗണപതിക്ക് വിഘ്നഹര സ്വോത്രം കൊണ്ട് പോലും അത് എന്ന് നടത്തണം? ബുധൻ, വ്യാഴം, വെള്ളി 3 ദിവസം അടുപ്പിച്ച് ചെയ്യണം. 3 ദിവസം അടുപ്പിച്ച്. 3-ാമത്തെ ദിവസം വീട്ടിൽ നിന്ന് ഒരു നാളികേരം കൊണ്ട് ചെല്ലണം. വീട്ടിൽ നിന്ന് ഒരു നാളികേരം കൊണ്ട് ചെന്നിട്ട് ഭഗവാന്റെ മുമ്പിൽ വെച്ച്, ഗണപതി ഭഗവാന്റെ മുമ്പിൽ വെച്ച് നാളികേരം ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് ഭഗവാനോട് നല്ല പോലെ പ്രാർത്ഥിക്കാം. എങ്ങനെ പ്രാർത്ഥിക്കണം? ഭഗവാനെ വിഘ്നേശ്വര, എന്നിലുള്ള ദുരിതങ്ങളും ദോഷങ്ങളും തൊഴിൽ തടസ്സങ്ങളും, എൻ്റെ തൊഴിൽ തടസ്സങ്ങളും, അത് പ്രത്യേകം പറയണം. കാരണം എന്താണ്? നമ്മുടെ തൊഴിൽ തടസ്സം പെട്ടെന്ന് മാറ്റാന്നല്ലേ ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തൊഴിൽ തടസ്സങ്ങൾക്ക് മുൻഗണന കൊടുക്കണം. അപ്പൊ ഞങ്ങളുടെ ദുരിതങ്ങളും ദോഷങ്ങളും മാത്രമല്ല, എൻ്റെ തൊഴിൽ തടസ്സങ്ങളും പെട്ടെന്ന് മാറ്റി തന്നെ ഭഗവാനെ. അല്ലാതെ എനിക്കൊരു നിവൃത്തിയില്ല. എനിക്ക് ജോലി ചെയ്യാതെ എൻ്റെ കുടുംബം പുലർത്താൻ പറ്റുന്നില്ല. ജോലി ചെയ്യാൻ പറ്റാണ്ട് വന്നപ്പോൾ എൻ്റെ കുടുംബം പട്ടിണിയായി. അപ്പൊ അതുകൊണ്ട് എനിക്ക് ജോലിക്ക് തടസ്സമില്ലാത്ത വിധത്തിൽ ഭഗവാൻ എന്നെ രക്ഷിക്കണം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൊഴിൽ ഉണ്ടാകാൻ വേണ്ടി, തൊഴിലിൽ ഉണ്ടാകുന്ന കാര്യങ്ങളിലുള്ള തടസ്സങ്ങൾ മാറ്റുന്നതിന് വേണ്ടി ഭഗവാന്റെ മുമ്പിൽ ഈ 3 ദിവസം ഈ പുഷ്പാഞ്ജലിയും കറുകമാലയും ത്രിമധുരവും ഒക്കെ നടത്തി 3-ാമത്തെ ദിവസം ഒരു നാളികേരം വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ട് ഈ നാളികേരം കയ്യിൽ പിടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ഭഗവാനോട് നല്ലപോലെ പ്രാർത്ഥിക്കുക. എങ്ങനെ പ്രാർത്ഥിക്കണം? ഇങ്ങനെ പ്രാർത്ഥിക്കണം. അതായത് ഭഗവാനെ വിഘ്നേശ്വര, എൻ്റെ തൊഴിൽ തടസ്സങ്ങളെല്ലാം, എൻ്റെ വീട്ടിലെ എന്നിലുള്ള ദുരിതങ്ങളെല്ലാം ഈ നാളികേരത്തിൽ കൂടി ഒഴിഞ്ഞുപോയി. ഈ നാളികേരം ചെതറുന്നത് പോലെ എൻ്റെ ദുരിതങ്ങളും തൊഴിൽ തടസ്സങ്ങളും ചെതറിപ്പോണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കണം. അതായത് നാളികേരം ചെതറുന്നത് പോലെ എന്നിലുള്ള തടസ്സങ്ങളും ദുരിതങ്ങളും തൊഴിൽ തടസ്സങ്ങളൊക്കെ ചെതറിപ്പോണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ ഒരു 7 പ്രാവശ്യം ആ നാളികേരം ഇതിങ്ങനെ ഇടത്തോട്ടൊഴിയണം. ഇടത്തോട്ട് 7 പ്രാവശ്യം ഇടത്തോട്ടൊഴിഞ്ഞിട്ട്, അതായത് വലത് കൈയിൽ നാളികേരം പിടിക്കുക, തലയുടെ മുകളിൽ കൂടി ഈ വലത് കൈ കൊണ്ട് ഇടത് കൈ ഭാഗത്തോട്ട് കൊണ്ടുവരാം. അപ്പം ഇടത്തോട്ടാവും. അങ്ങനെ ഇടത്തോട്ട് 7 പ്രാവശ്യം ഒഴിഞ്ഞിട്ട് ആ ഭഗവാന്റെ മുമ്പിലുള്ള കല്ലിൽ ആഞ്ഞടിച്ച് നാളികേരം തെറിപ്പിച്ച് കളയണം. നാളികേരം ചെതറിപ്പോയാൽ നിങ്ങളുടെ ദുരിതങ്ങളും ചെതറുന്നതായിട്ട് വേണമെങ്കിൽ കാണാം. അവിടെ മൂലം നിങ്ങളുടെ ദുരിതങ്ങൾ ചെതറും, ഉറപ്പാണ്. പക്ഷേ ആ പ്രാർത്ഥന ശരിയായില്ലെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥന ശരിയായില്ലെങ്കിൽ നാളികേരം ചിലപ്പോൾ ചെതറൂല, ഒറ്റയടിക്ക് ചിലപ്പോൾ ചെതറിയെന്ന് വരില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അടുത്ത ആഴ്ചയും വീണ്ടും ഇതുപോലെ ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ 3 ദിവസം അടുപ്പിച്ച് പോയിട്ട് ഈ നാളികേരം കയ്യിൽ പിടിച്ചു, അതുപോലെ ഗണപതിക്ക് ത്രിമധുരം നിവേദിച്ച് കറുകമാല ചാർത്തി വിഘ്നഹര സ്തോത്രം കൊണ്ട് പുഷ്പാഞ്ജലി നടത്തി 3-ാമത്തെ വെള്ളിയാഴ്ച ദിവസം നാളികേരം വീണ്ടും അടിക്കണം. അടുത്ത ആഴ്ചയിൽ വീണ്ടും അടിച്ച് നല്ല പോലെ പ്രാർത്ഥിക്കണം. കഴിഞ്ഞ പ്രാവശ്യം അടിച്ചിട്ട് ചെതറിയില്ല, ഈ പ്രാവശ്യം ചെതറണം എന്ന് കരുതി നല്ലപോലെ പ്രാർത്ഥിച്ചിട്ട് ആ ഭഗവാന്റെ മുമ്പിലുള്ള കല്ലിൽ ആഞ്ഞൊന്നടിച്ചു നോക്ക്. 2-ാമത്തെ അടിക്ക് നാളികേരം ചെതറും, ഉറപ്പാണ്. നിങ്ങൾ അടിച്ചു നോക്ക്. പ്രാർത്ഥന ശുദ്ധമായിരിക്കണം, മനസ്സമാധാനത്തോടു കൂടി നിന്ന് പ്രാർത്ഥിക്കണം. നല്ല പോലെ ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ നാളികേരം ചെതറുന്നതോടുകൂടി നിങ്ങളുടെ ആ ദുരിതങ്ങളും തൊഴിൽ തടസ്സങ്ങളും ചെതറിപ്പോയി നിങ്ങൾക്ക് പെട്ടെന്ന് തൊഴിലിൽ ഒരു പുരോഗതി കിട്ടും. ഇതൊന്ന് നിങ്ങളൊന്ന് ചെയ്തു നോക്ക്. അതോടൊപ്പം ഇപ്പൊ ഭഗവാന്റെ മുമ്പിലുള്ള വിഘ്നേശ്വരൻ വിഘ്നങ്ങളെല്ലാം തടയുന്ന ആളാണല്ലോ. അപ്പൊ വിഘ്നേശ്വരനോട് ഇത് ചെയ്യാം. അതോടൊപ്പം 7 വ്യാഴാഴ്ച കൃഷ്ണന് വെണ്ണ നിവേദിക്കണം. 7 വ്യാഴാഴ്ച കൃഷ്ണന്റെ അമ്പലത്തിൽ പോകണം. 7 വ്യാഴാഴ്ച കൃഷ്ണന്റെ അമ്പലത്തിൽ പോയിട്ട് വെണ്ണ നിവേദിച്ച് തുളസിമാല ചാർത്തി ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തണം. 7 വ്യാഴാഴ്ച കൃഷ്ണക്ഷേത്രത്തിൽ പോയി അല്ലെങ്കിൽ മഹാവിഷ്ണുവിന്റെ ക്ഷേത്രത്തിൽ പോയി വെണ്ണ ഭഗവാന് നിവേദിച്ച് തുളസിമാല ഭഗവാന് ചാർത്തി ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും കൂടി നടത്തുക. അതേപോലെ തന്നെ ഒരു വ്യാഴാഴ്ച ഭഗവാന് പാൽപ്പായസം നിവേദിക്കണം. പാൽപ്പായസം
വിഷ്ണു ഭഗവാന് പാൽപ്പായസം നിവേദിക്കുക. അതുകൂടാതെ കുടുംബദേവതക്കും ദേശദേവതക്കും നെയ് വിളക്ക് തെളിയിക്കണം. അതുകൂടാതെ നിങ്ങളുടെ കുടുംബക്ഷേത്രം ഉണ്ടല്ലോ, അവിടെ പോയ ആദ്യം വഴിപാട് നടത്തണം. അവിടെ ഒരു നെയ് വിളക്ക് തെളിയിക്കണം. എന്നിട്ട് വേണം ഇത് ചെയ്യാൻ, അല്ലാതെ ഫലം കിട്ടൂല കേട്ടോ. ആദ്യം നിങ്ങൾക്ക് കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ ആ കുടുംബക്ഷേത്രത്തിൽ ആദ്യം പോയി ഒരു നെയ് വിളക്ക് തെളിച്ച് ആ കുടുംബദേവതയോട് മുട്ടിപ്പായിട്ട് നല്ലവണ്ണം പ്രാർത്ഥിക്കണം. അവിടെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് വഴിപാടും നെയ്വിളക്കം തെളിച്ചതിന് ശേഷമേ ഈ മറ്റു ക്ഷേത്രത്തിൽ ഞാൻ ഈ പറഞ്ഞ ഗണപതിക്കും വിഷ്ണുവിനും വഴിപാട് നടത്താൻ പാടുള്ളൂ, എന്നാലേ അത് ഫലിക്കുള്ളൂ. അതുകൂടാതെ നിങ്ങളുടെ ദേശത്തൊരു ദേവത ഉണ്ടാവുമല്ലോ, നിങ്ങളുടെ തൊട്ടടുത്ത് വീടിനടുത്തൊക്കെ ഒരു ദേവത ഉണ്ടാവും, അതാണ് ദേശദേവത. ആ ദേശദേവതയ്ക്ക് ഒരു നെയ് വിളക്ക് തെളിയിക്കണം. അവിടെയും ഒരു നെയ് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കണം. എൻ്റെ തൊഴിൽ തടസ്സങ്ങളെല്ലാം മാറ്റി തന്നെ എൻ്റെ ദേവതയെ എന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അതിന് ഫലം കിട്ടും. നിങ്ങളുടെ തൊഴിൽ തടസ്സങ്ങൾ അത്ഭുതകരമായി പെട്ടെന്ന് മാറുകയും ചെയ്യും. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഹിന്ദു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അടിസ്ഥാനമാക്കിയുള്ള കൂടുതൽ വീഡിയോകൾ കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.